السلام عليكم ورحمة الله وبركاته. تقبل الله minna ومنكم صالح الأعمال. Good morning friends. ഗരം മസാലയിലോട്ട് ഏവർക്കും സ്വാഗതം. ഓണവും ക്രിസ്മസും എല്ലാം പോലെ മുസ്ലിങ്ങൾക്ക് രണ്ട് ആഘോഷമാണുള്ളത്, ഈദുൽ ഫിത്തറും ഈദുൽ അൽഹായും. 30 ദിവസത്തെ റമളാൻ വ്രതത്തിനു ശേഷമാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. റമളാൻ വ്രതത്തിന് അവസാനമായി ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് എല്ലാവരും. ഈദുൽ ഫിത്തർ എന്നാൽ മലയാളികൾക്ക് ചെറിയ പെരുന്നാളാണ്. ഈദുൽ ഫിത്തറിനെ സ്വീറ്റ് ഈദ് എന്നും പറയുന്നുണ്ട്. എല്ലാ ആഘോഷങ്ങളും പോലെ പെരുന്നാളും കൂടുതൽ ആഘോഷിക്കുന്നത് കുട്ടികൾ തന്നെയാണ്. പുതിയ ഡ്രസ്സും മൈലാഞ്ചിയും അതെല്ലാം അവരുടെ ലോകമാണ്. ഓരോ നാട്ടുകാരും അവരവരുടെ രീതിയിലാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. എന്നാലും ഫിത്തർ സക്കാത്തും പെരുന്നാൾ നമസ്കാരവുമാണ് ചെറിയ പെരുന്നാളിന്റെ പ്രധാനമായ ആഘോഷങ്ങൾ. റമളാനിലെ നോമ്പിൽ നമുക്ക് വന്ന തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയാണ് ഫിത്തർ സക്കാത്ത്. ഇതിന്റെ കൂടെ തന്നെ സമൂഹത്തിലെ താഴ്ന്ന പടിയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതുകൂടെയുണ്ട് ഇതിന്റെ ലക്ഷ്യം. ഈദ്ഗാഹുകളിൽ പെരുന്നാൾ നമസ്കാരം നടത്തുന്നതാണ് സുന്നത്ത്. മാസം കണ്ടത് മുതൽ ഇസ്ലാം വിശ്വാസികൾ തക്ബീറുകൾ മുഴക്കും. ഓരോ വീട്ടിലെയും മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും എല്ലാം ഈദ്ഗാഹിൽ പങ്കെടുക്കണം. ഏവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷങ്ങളുടെയും നല്ലൊരു ചെറിയ പെരുന്നാൾ ആശംസിക്കുന്നു. ഈദ് മുബാറക്. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ.